2 ദിവസം മുന്നേ നമ്മുടെ പറമ്പൊക്കെ അടിച്ചൊരു വൃത്തിയാക്കി വെച്ചതാണ്. ഇത് വീണ്ടും കരിയിലൊക്കെ ചാടി ആകെ നാശമായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ തേക്കിൻ്റെ ഇലയുണ്ട് നമുക്ക് അധികം കൊഴിയണത്. അപ്പോൾ വൈകുന്നേരം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അതൊക്കെ അടിച്ചൊരു തീയിടുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? ഒരുത്തി ഇതാ അടിച്ചു വരാൻ പോയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് പണി ഉണ്ടാക്കി വെക്കാവോ? ചൂലിൻ്റെ കൊടി പോന്നില്ലേ? അപ്പം അതാർക്കില്ലതാണ് ആ ചൂലിൻ്റെ കൊടിയാ വീണെടുക്കണു. അപ്പോൾ ഒറ്റക്കടിച്ചു വരുന്നില്ലേ? ഏതാന്നോ വെള്ളവത്തി. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. നിറയെ കരിയില ചാടിയിട്ട് അതിലൊന്നും നടക്കാൻ വയ്യ കേട്ടോ. അഥവാ അതിൽ നടന്നാൽ ഇലയിൽ ചവിട്ടി വഴുക്കി വീണാലോ. അപ്പോൾ പിന്നെ ഞാനും നീയക്കുട്ടിയും കൂടെ ഒക്കെ അടിച്ചു തരികയാണ്. ആൾ മുന്നിക്ക് ഞാൻ ഒറ്റയ്ക്ക് അടിച്ചൊരിക്കോളാറിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ എനിക്ക് വയ്യ ഞങ്ങളും കൂടെ കൂടി തരി പറഞ്ഞാണ്ട് അപ്പോൾ ഞാനും കൂടി അടിച്ചു വരികയാണ്. ഈ പ്രായത്തിലുള്ള കുഞ്ഞുമക്കൾക്ക് നമ്മുടെ കൂടി ജോലി ചെയ്യണം, അടിച്ചു വരണം, പാത്രം കഴുകണം, അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാകും. പക്ഷേ അവർ വലുതാവും തോറും അവരുടെ ആ ചിന്ത ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ പണിയെടുക്കാനേ ആളെ കിട്ടൂല. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ അടിച്ചൊരി പോകുന്ന സ്ഥലത്താണ് നീയക്കുട്ടി വീണ്ടും അടിച്ചു വരുന്നത്. അപ്പോൾ ദേ നീയക്കുട്ടിക്ക് ജോലി ചെയ്ത് മടുത്തു കേട്ടോ. അവൾ മെല്ലെ എൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. അവളെ പോകാൻ വിട്ടാൽ നേരെ പോണത് ഫോൺമ കളിക്കാനാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ചു വെക്കുകയാണ് കേട്ടോ. അടിച്ചൊരി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാ ഞാൻ അവളും കൂടെ വേഗം അടിച്ചു വരികയാണ്. നേരെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഇറങ്ങി വരുന്ന ഭാഗത്ത് നമുക്ക് തെങ്ങില്ല കേട്ടോ. അതുകൊണ്ട് സമാധാനത്തോടു കൂടി അടിച്ചു വരാം. ഈ താഴെ കാണുന്ന തെങ്ങ് മാത്രമേ ഉള്ളൂ ഇറങ്ങി വരുന്നിടത്ത്. പിന്നെ കുറച്ച് മേലെ ആയിട്ടാണ്. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് പഠിച്ചൊരിട്ട് ഒരു കാര്യമില്ല. 2 ദിവസം കഴിഞ്ഞ് ഇതുപോലെ ചണ്ടി നിറയും. പിന്നെ അടിച്ചൊരി വൃത്തിയാക്കിയിട്ടാൽ കാണാനൊരു രസമല്ലേ. അങ്ങനെതാ നമ്മുടെ അടിച്ചൊരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറങ്ങി വരുന്ന വഴി നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മളെ നീയക്കുട്ടിക്ക് തന്നെയാണ്. ആളാണ് ഫുൾ അടിച്ചു വരിയത്. നമ്മുടെ ഈ വഴി കാണുമ്പം പണ്ടത്തെ വഴിയൊക്കെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വഴിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതേ നമ്മുടെ അടിച്ചൊരലൊക്കെ കഴിഞ്ഞ് ഞാൻ ചൂല് കൊണ്ടുപോയിക്കട്ടെ. ഇപ്പം പിന്നെ കുറച്ച് കഴിയും ഇരുട്ടായി വരണം എന്നുണ്ടെങ്കിൽ. ഏകദേശം ഇപ്പോൾ ഇരുട്ടായി വരുന്നതേ ഉള്ളൂ. വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ഇല്ല വെളിച്ചത്തിൽ ഞങ്ങൾക്ക് കുറച്ച് കോവയ്ക്ക പറിക്കാനുണ്ട്. കുറച്ച് കോവയ്ക്കേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 2 ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ പറിക്കഴിഞ്ഞാൽ കോവയ്ക്കൊക്കെ പഴുത്ത് പോകും. അല്ലെങ്കിൽ തന്നെ കുറച്ച് മൂത്ത കോവയ്ക്കയാണ്. നമ്മുടെ കോവയ്ക്ക അത്യാവശ്യം വലിപ്പമുള്ള കോവയ്ക്കുണ്ട്. അതൊക്കെ കണ്ടില്ലേ, നല്ല ഉരുണ്ടിട്ട് അത്യാവശ്യം വലിപ്പമുള്ള കോവയ്ക്കയാണ്. ഇത് അച്ഛൻ്റെ ആണ് കേട്ടോ ഈ കോവക്ക വള്ളി. അപ്പോൾ അച്ഛനാണ് ഇതിനെ പരിചരിക്കൽ, വെള്ളമൊഴിച്ചും വളമിട്ടിട്ടും. അപ്പോൾ നമ്മൾ കോവക്ക ആയാലും ഞാനും നീയക്കുട്ടിയും കൂടെ പറിക്കാൻ ചെല്ലും. ഇതേ കണ്ടില്ലേ, നല്ല ഫ്രഷ് കോവക്കയാണ്. ഇതൊരു ഏകദേശം മൂപ്പാവണേൻ്റെ മുന്നേ പച്ചക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പല്ലിന് ക്ലിപ്പിട്ടതുകൊണ്ട് എനിക്ക് കടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ അത് ഞാൻ പറിച്ച് തിന്നേനെ. അപ്പോൾ ഇങ്ങനെ പച്ചക്ക് കോവക്ക കഴിക്കാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ഇത്രയും കോവക്ക കിട്ടിയിട്ടുണ്ട്. എല്ലാ കോവക്കൊക്കെ അത്യാവശ്യം വലുപ്പമായതുകൊണ്ട് തന്നെ ഒരു ഉപ്പേരിക്കുള്ള കോവക്കുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേറെ പച്ചക്കറിയൊക്കെ ചേർക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉപ്പേരി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.